ഞാൻ കഴിഞ്ഞ തവണ ഈ കന്നിച്ചാവിൻ്റെ ദോഷപരിഹാരങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ചിലർ പറയുന്നു, ചിലർ ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾക്കുള്ള ഉത്തരം കൂടെയാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പലരും ധരിക്കുന്നത്, ഇതുവരെ ധരിച്ചിരുന്നത് കന്നിച്ചാവും പിതൃക്കളുടെ വിഭാഗത്തിൽ വരുമെന്നാണ് അവർ ധരിച്ചിരുന്നത്. വാസ്തവത്തിൽ കന്നിച്ചാവ് പിതൃക്കളുടെ വിഭാഗത്തിൽ വരത്തില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിതൃക്കളുടെ വിഭാഗത്തിൽ വരുന്നത് വേറെ, കന്നിച്ചാവ് വേറെ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിതൃക്കൾക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കന്നിച്ചാവിന് ചെയ്താൽ അത് തൃപ്തിപ്പെടുമോ എന്ന് ചോദിച്ചു. പിതൃക്കൾക്കായിട്ടുള്ള കർമ്മം വേറെ, കന്നിച്ചാവിൻ്റെ കർമ്മം വേറെ. ഇപ്പം നമ്മൾ വലിയവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റോ മറ്റു കാര്യങ്ങളാണോ നമ്മളൊരു കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്നത്? ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവും. ചിലർ ചോദിച്ചൊരു കാര്യം, കുഞ്ഞിങ്ങനെ മരിച്ചുപോയി, ജനിച്ച് 3-4 വയസ്സായി മരിച്ചുപോയി, അതിന് തിരുനെല്ലിപ്പിണ്ടം വച്ചു എന്ന് പറഞ്ഞു. തിരുനെല്ലിപ്പിണ്ടം വച്ചിട്ടും 1-2 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ കുടുംബ പ്രശ്നം എന്തോ നോക്കിയ നേരത്ത് കന്നിച്ചാവിൻ്റെ ശല്യം ഉണ്ടെന്ന് കാണുകയും ക്ഷേത്രത്തിൽ ഇതൊക്കെ ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും അവർ മറ്റൊരാളുടെ അടുത്ത് പോയി നോക്കിയപ്പോഴും അങ്ങനെ കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊരു ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യമാണ്. ചർച്ചാ വിഷയമാകേണ്ട കാര്യം എന്ന് മാത്രമല്ല, ഇത് ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. അപ്പം ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇത് എൻ്റെ അറിവുകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഗവേഷണ ബുദ്ധിയോടുകൂടിയുള്ള ഒരു പഠനം നടത്തുമ്പോൾ ഒരു മനുഷ്യന് കിട്ടാവുന്ന ചെറിയ നുറുങ്ങുകളായിട്ടുള്ള അറിവുകൾ, അതാണ് ഞാൻ പറഞ്ഞത്. അതിലെൻ്റെ കാഴ്ചപ്പാടിലൂടെ അത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത്. ഒരു കാര്യം പറയാം, പിതൃക്കൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന തിരുനെല്ലിപ്പിണ്ടം എന്ന് പറയുന്നത് സർവജ്ഞാത അജ്ഞാത പിതൃക്കൾക്ക് വേണ്ടിയാണ്. അവിടുത്തെ പാപനാശിനിയിൽ വെച്ച് പിണ്ടം നമ്മൾ ചെയ്യുന്നത്, പാപനാശിനി കുളിച്ച് പിണ്ടം ചെയ്യുന്നത്. അത് കന്നിച്ചാവിൻ്റെ ദോഷപരിഹാരവും അല്ല. തിരുവല്ലത്ത് പിണ്ടം വയ്ക്കുന്നുണ്ട്, തിരുവല്ല ക്ഷേത്രത്തിൽ. അവിടെ നമ്മൾ ബലികർമാദികളെല്ലാം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ തിലഹോമം ചെയ്യുന്നുണ്ട്. ഇതൊന്നും കന്നിച്ചാവിന് വേണ്ടിയുള്ളതല്ല. കന്നിച്ചാവിൻ്റെ ക്രിയകൾ വേറെയാണ്. അത് എത്ര പേർ എവിടെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കന്നിച്ചാവിനെ സ്തംഭിപ്പിച്ചു എന്നും പറയുന്നു. കന്നിച്ചാവിനെ സ്തംഭിപ്പിക്കാൻ പറ്റില്ല. കന്നിച്ചാവിനെ സ്തംഭിപ്പിച്ചാൽ കന്നിച്ചാവ് നിൽക്കത്തില്ല. ഇപ്പോൾ കുട്ടികളെ കെട്ടിയിട്ട് എത്ര കാലം നമുക്ക് നിർത്താൻ പറ്റും? അപ്പോൾ സ്തംഭനം എന്ന് പറയുന്നത്, സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് കന്നിച്ചാവിനെ സംബന്ധിച്ച് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പിതൃക്കൾക്ക് ചെയ്യുന്ന കർമ്മം വേറെ, കന്നിച്ചാവിന് ചെയ്യുന്ന കർമ്മം വേറെ. ഇപ്പം മറ്റേ തിരുനെല്ലിപ്പിണ്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് അവിടുത്തെ തിരുനെല്ലിപ്പിണ്ടത്തിനെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ അരയാലിൽ നമ്മുടെ പിതൃക്കൾ, സർവജ്ഞാത അജ്ഞാത പിതൃക്കളും അവിടെ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പം തിരുനെല്ലിപ്പിണ്ടം വച്ചു എന്ന് പറഞ്ഞും കൊണ്ട് ഒരു കന്നിച്ചാവ് ക്രിയയായി എന്ന് പറഞ്ഞാൽ കന്നിച്ചാവ് പിതൃവല്ല. കന്നിച്ചാവ് പിതൃവായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യം ചെയ്താൽ ഓക്കെ. ഇത് കന്നിച്ചാവ് പിതൃവല്ല. അതുപോലെ ചാവർക്ക് വയ്ക്കൽ എന്ന് പറയും, ചാവിന് വയ്ക്കൽ എന്നും പറയും, ചാവർക്ക് വയ്ക്കൽ എന്നും പറയും. അപ്പോൾ അത്
കന്നിച്ചാവിന് വരും. അതും കന്നിച്ചാവിന് വരില്ല. അത് കുലദൈവങ്ങൾക്ക് വയ്ക്കും, പിതൃക്കൾക്ക് വയ്ക്കും. അത് ഓരോ നാട്ടിൽ ഓരോ പേരിലാണ്. ചിലർ പറയും അകത്ത് വയ്ക്കുക, പുരയിൽ വയ്ക്കുക എന്നൊക്കെ പറയും. ഇതൊന്നും കന്നിച്ചാവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ കന്നിച്ചാവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതേപോലെ ഇതുണ്ട്, ചാവ് നോറ്റിച്ചാറ്റ്. ചാവ് നോറ്റിച്ചാറ്റ് എന്ന് പറയണത്, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചാവ് നോറ്റിച്ചാറ്റ് എന്ന് പറയുന്നത് കന്നിച്ചാവിനുള്ളതല്ല. അത് വന്നിട്ട് കന്നിച്ചാവിന് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ചാവ് നോറ്റിച്ചാറ്റിലെ ഒരു വിഭാഗത്തിനാണ്, ഒരു സെക്ഷൻ വരുമ്പം അത് കന്നിച്ചാവിലേക്ക് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ചാവർക്ക് വയ്ക്കലിനേക്കാളും ചാവ് നോറ്റിച്ചാറ്റിന് കന്നിച്ചാവിന് ഗുണം ചെയ്യും. ഈ ചാവ് നോറ്റിച്ചാറ്റിന് വേറൊരു പേരുണ്ട്, ചാവ് തോറ്റിച്ചാറ്റെന്ന്. ഇപ്പോൾ ചാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ള നമ്മൾ ചാറ്റ് ചെയ്തു എന്നൊക്കെ പറയും പോലെ അല്ല, ഉറക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ഉറക്കെ പാടുക. ഇതിനെയാണ് ഈ ചാറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ കന്നിച്ചാവിന് വളരെ കുറച്ചു മാത്രമേ ഈ ചാവ് നോറ്റിച്ചാറ്റിൽ വരുന്നുള്ളൂ. ചാവ് നോറ്റിച്ചാറ്റിൽ ഇപ്പം ആദ്യ കുട്ടി മരിച്ചു, കുട്ടികൾ മരിച്ച് നടത്തുന്ന ഒരു ചാറ്റാണ് ചാവ് നോറ്റിച്ചാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ അവർ ഉദ്ദേശിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് പാടി ആത്മാവിനെ ശുദ്ധീകരിച്ച് പിന്നെ ഈ കന്നിച്ചാവായിട്ട് നിൽക്കുന്ന ഈ ആത്മാവിനെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും കുട്ടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ശല്യം ചെയ്യാത്ത വിധത്തിൽ അത് അനുഗ്രഹഭാവത്തിൽ നിൽക്കുകയും ചെയ്യും. ഇത് കന്നിച്ചാവിന് ഒരു സെക്ഷനിലേ പറയുന്നുള്ളൂ. ഈ ചാവ് നോറ്റി ചാറ്റ് നടത്തുമ്പോൾ കുട്ടിയുടെ ദുശ്ചിന്തകൾ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രതികാര ബുദ്ധി കുറയും. ആ പ്രതികാര ബുദ്ധി കുറയുന്നത് കൊണ്ടാണ് ചാവ് നോറ്റി ചാറ്റിന് ഒരു പ്രാധാന്യമുള്ളത്. ഈ ചാവ് നോറ്റി ചാറ്റ് കുട്ടികൾക്ക് മാത്രമല്ല ചെയ്യുന്നത്. ചാവ് നോറ്റി ചാറ്റ് അല്ലെങ്കിൽ ചാവ് തോറ്റിച്ചാറ്റ്, ചാവ് നോറ്റിച്ചാറ്റും ഉണ്ട്, ചാവ് തോറ്റിച്ചാറ്റും ഉണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് എന്താണ് അതെന്ന് വെച്ചാൽ അത് പിതൃക്കൾക്കും കൂടെ ചെയ്യുന്നതാണ്. ഈ ചാവ് നോറ്റിച്ചാറ്റിൽ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാവ് പാട്ടാണ് അത്. ഈ ചാവ് പാട്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആദിവാസി വിഭാഗങ്ങളിലെ കാണിക്കാർ അവരുടെ മരണാന്തര കർമ്മവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് ഈ ചാവ് പാട്ടെന്ന് പറയുന്നത്. ഈ ചാവ് പാട്ടും ചാവ് നോറ്റിച്ചാറ്റും ചാവ് തോറ്റിച്ചാറ്റും ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ചാവ് നോറ്റിച്ചാറ്റിലാണ് കന്നിച്ചാവിന് വേണ്ടുള്ള ചാറ്റ് ഉള്ളത്. ആ ചാറ്റ് മുഴുവനായിട്ട്, ചാവ് നോറ്റിച്ചാറ്റിൽ മുഴുവനായിട്ടും അത് കന്നിച്ചാവിനുള്ളതല്ല. അതിലൊരു കുറഞ്ഞ ഭാഗം മാത്രമാണ് അതിനകത്തുള്ളത്. ആദ്യ ഭാഗങ്ങളിൽ അല്ല വരുന്നത്, മധ്യഭാഗത്താണ് ചാവ് നോറ്റിച്ചാറ്റിൽ കന്നിച്ചാവിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അതിനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും ആ കുടുംബത്തിനൊരു സഹായമായിട്ട് ആ കുട്ടിയുടെ സാന്നിധ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ചാവ് നോറ്റിച്ചാറ്റ്. ഇന്ന് എത്ര പേർക്ക് ചാവ് നോറ്റിച്ചാറ്റ് ക്രിയ അറിയാം? അതൊരു ആദിവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയാണ്. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്രിയയാണ്. ഇന്ന് അത് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്നുള്ളത്. പണ്ടത്തെ കാലത്ത് ചാവ് നോറ്റിച്ചാറ്റ് അല്ലെങ്കിൽ ചാവ് തോറ്റിച്ചാറ്റ് ഇതൊക്കെ നടത്തുമായിരുന്നു, ചാവ് പാട്ടൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെ കന്നിച്ചാവിനെ തൃപ്തിപ്പെടുത്തി അതിനെ കുടുംബത്തിന് ഗുണകരമാക്കിയ രീതിയിലും പിന്നീടുള്ള തലമുറയ്ക്ക് ശല്യം ചെയ്യാത്ത വിധത്തിൽ മാറ്റി നിർത്തുമായിരുന്നു. ഇന്ന് അത് എന്താ പറയുക, നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നു. അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും പറയുക എന്താ പറയുക, അന്ധവിശ്വാസത്തിന് ഏറ്റവും മൂർധന്യതയിൽ നിൽക്കുന്ന ഒരു സെക്ഷനായിട്ട് ചാവ് നോറ്റിച്ചാറ്റ് മാറ്റിക്കഴിഞ്ഞു.
കാരണം അതിൻ്റെ ഭാഷ അങ്ങനെയാണ്. അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ആദിമ ഭാഷകൾ കൂടെ ചേർന്നുള്ള ഒന്നാണ് അതിനകത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഇത് കേൾക്കുമ്പോഴൊന്നും അത്ര രസകരമായിട്ട് തോന്നൂല. അതിനകത്ത് പറയുന്നത് ഭൂമാദേവിയുടെ ജനനം, ഭൂമാദേവിയുടെ ഭൂമാദേവിയുടെ ജനനവും മനുഷ്യൻ്റെ ചരിത്രവുമാണ് അതിനകത്ത് പറയുന്നത്. മനുഷ്യനുണ്ടായത് എങ്ങനെയാണ്, അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശാസ്ത്രം, ഇന്നത്തെ പുതുശാസ്ത്രം എന്തു പറയുന്നുവോ അത് തന്നെയാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ ആദിമ മനുഷ്യർ പറഞ്ഞത്. ഭൂമി എങ്ങനെ ജനിച്ചു, ഇത് ഗവേഷണം നടത്തേണ്ട വിഷയമാണ്. കാരണം പുതിയ ആധുനിക ശാസ്ത്രജ്ഞന്മാർ എന്തു പറഞ്ഞോ അത് തന്നെയാണ് ഈ കഴിഞ്ഞ കാലത്തിലുള്ള ഇവർ പറഞ്ഞിരിക്കുന്നത്. അതും ആദിവാസി വിഭാഗക്കാരാണ്, കാണിക്കാർ വിഭാഗക്കാരാണ്. അപ്പോൾ അവരുടെ ആ അറിവിനെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല, അത് ബഹുമാനിച്ചേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം വ്യക്തമായിട്ട് ഭൂമിയുടെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്നുള്ളത് ഈ പറയുന്ന ഈ ചാവുതോറ്റിച്ചാറ്റിലെ ചാവുപാട്ടിനകത്തുണ്ട്. അതേപോലെ തന്നെയാണ് അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആത്മാവിനെ ഈ അതിനെ കൊണ്ടുപോകേണ്ട രീതി എങ്ങനെയാണെന്ന് പറയുന്നത്. ഒരാത്മാവിനെ കൊട്ടും കുരവയും ഇട്ട് അകമ്പടിയോടുകൂടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ പോണ വഴിയിൽ വെടിശബ്ദങ്ങൾ ഉണ്ടാക്കി എന്നൊരു ഘോഷയാത്ര കൊണ്ടുപോകുമ്പോൾ ഒരു തേവരെ കൊണ്ടുപോകുന്ന കണക്കാണ് ഒരു ആത്മാവിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് 7 കടലിൽ കുളിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതൊരു സങ്കല്പമാണ്. 7 കടലിൽ കുളിപ്പിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പം. അതായത് 7 കടലിലും കൊണ്ടുപോയി കുളിപ്പിക്കണം എന്നല്ല. ജലമെടുത്ത് അത് 1-ാം കടൽ, 2-ാം കടൽ, 3-ാം കടൽ എന്നുള്ള സങ്കല്പത്തിലൂടെ 7 കടലുകളുണ്ടെന്നും വർഷങ്ങൾക്ക് മുമ്പ് പറയാണ്. അന്നത്തെ കാണി വിഭാഗക്കാർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ ലോകത്ത് 7 കടലുണ്ടെന്ന്? അതൊക്കെ അറിയില്ല. സത്യം നമുക്ക് പറയുകയാണെങ്കിൽ അവർക്ക് അറിയാൻ സാധ്യതയില്ല. പക്ഷേ ഈ ചാവുതൊറ്റിച്ചാറ്റിലെ ചാവുപാട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 7 കടലുകളുണ്ടെന്നും ഓരോ കടലിലായിട്ട് ഈ ആത്മാവിനെ സങ്കല്പക്രിയയിലൂടെ കുളിപ്പിച്ച് 7-ാം കടലിൽ കുളിപ്പിച്ച് കഴിയുമ്പോൾ 7-ാം കടൽ എന്ന് പറയുന്നത് പാൽക്കടൽ എന്നാണ് പറയുന്നത്. ആ പാൽക്കടലിൽ കുളിപ്പിച്ച ശേഷം അതിനെ ആ പാൽക്കടലിൽ കുളിപ്പിക്കുന്നതോടുകൂടി ഈ ചാവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ആത്മാവെന്ന് പറയുന്നത് വിഷ്ണുപാദം പോകും. പാൽക്കടലിലാണല്ലോ വിഷ്ണു ശയിക്കുന്നത്, ഇതൊരു വിശ്വാസമാണല്ലോ. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ ചാവുപാട്ടിനകത്ത് ഒരു ഭൂമി എങ്ങനെ ഉണ്ടായി, ആ ഭൂമി ഉണ്ടായതിന് ശേഷം ഭൂമിയിൽ എത്ര ഭാഗം ജലം, എത്ര ഭാഗം കര, മലകളുടെ പ്രത്യേകത, കുന്നുകളുടെ പ്രത്യേകത, താഴ്വാരങ്ങളുടെ പ്രത്യേകത, ഇതെല്ലാ വിവരണവും കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ആദിമ മനുഷ്യൻ്റെ രീതി എന്നിങ്ങനെ പറഞ്ഞാണ് ഈ ചാവുപാട്ടിനകത്ത് വരുന്നത്. ഈ ചാവുപാട്ട് പോലും കന്യാചാവ് ദോഷത്തിന് പരിഹാരമല്ല. ചാവുനോറ്റി പാട്ട് പൂർണ്ണമായിട്ട് അത് ഉപകാരമാണ്. കാരണം അതിൻ്റെ ഒരു മധ്യഭാഗത്ത് മാത്രമാണ് ഇത് പറയുന്നത്. എന്നിട്ട് ആ ചാവുനോറ്റി ചാറ്റിനകത്ത് പറയുന്നുണ്ട്, ഇതൊക്കെ പാടിയാലും കൊതി തീരാത്ത മനസ്സുമായി കുട്ടി നീ എൻ പിന്നിൽ വന്നിടുമെന്നെനിക്കറിയാം. ഇതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്തം. ഇത്രയൊക്കെ നല്ല സുന്ദരമായി പാടി ഒക്കെ പറഞ്ഞാൽ നിന്റെ കൊതി തീരാത്ത മനസ്സ്. വേറൊരു ചാവപ്പാട്ട് പാടി ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് വേറെടുത്ത് പറയുന്നുണ്ട്, കുഞ്ഞാത്മാവേ കുളിരുകോരും കുഞ്ഞാത്മാവേ, കുളിരുകോരും കുഞ്ഞാത്മാവേ, നീ ഇനിയും വരുമെന്ന് എനിക്കറിയാം. ഒരിക്കലും പിരിയുവാനാവാത്ത വിധം, അകലുവാനാവാത്ത വിധം നീ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അതിൻ്റെ പറയുന്ന അർത്ഥം.
അത് പഠിക്കണം. ആ ചാവ് പിന്നെ എന്താ പറയുക, ചാവ് തെറ്റിച്ചാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാവ് പാട്ട് പഠിക്കണം. അത് പഠിക്കുമ്പോഴേ അതിനകത്തുള്ള ഓരോ വരികളുടെയും അതിലെ ചില വാക്കുകളുടെ അർത്ഥമൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മനസ്സിലാക്കേണ്ട, കാരണം അത് ആദിമ ഭാഷയാണ്. അപ്പം അത് പിതൃക്കൾക്കുള്ളതാണ്. അതിൻ്റെ ഒരു സെക്ഷനിൽ മാത്രമേ കന്നിച്ചാവിൻ്റെ പരിഹാരമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കന്നിച്ചാവിന് അവിടെയും പൂർണ്ണ പരിഹാരം വരുന്നില്ല. പിന്നെ ചിലര് നമ്മൾ പണ്ടത്തെ കാലത്ത്, ഇപ്പോഴ് അങ്ങനെയൊന്നുമില്ല, ഈ ഒരു വ്യക്തി മരിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ആ വ്യക്തിയെ നിലത്ത് കടത്തും. അതിന് ചെവിയോത്ത് എന്ന് പറയും. കേട്ടിട്ടുണ്ടായിരിക്കാം, ചെവിയോത്ത് എന്ന് പറയും. ഇപ്പം അതൊന്നുമില്ല. നിലത്ത് മണൽ വിരിക്കും. ഈ നമ്മൾ മരിക്കുമെന്ന് ഉറപ്പായ വ്യക്തിയെ നിലത്ത് മണൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ദർഭപ്പുല്ലുകൾ ഇങ്ങനെ വിരിച്ചു വയ്ക്കും. ദർഭപ്പുല്ലുകൾ വിരിച്ചു വച്ച ശേഷം ആ വ്യക്തിയെ അതിൻ്റെ പുറത്ത് കിടത്തും. കിടത്തിയതിനു ശേഷം മക്കൾ വന്ന് ആ വ്യക്തിയുടെ ചെവിയിൽ മന്ത്രങ്ങൾ ഓതും. അതാണ് ചെവിയോത്തെന്നുള്ളത്. ഇത് പിതൃക്കൾക്കുള്ളതാണ്, അല്ല പിന്നെ മുതിർന്നവർക്കുള്ളതാണ്. ഒരു കന്യകയ്ക്കോ അല്ലെങ്കിൽ പ്രായമാകാത്തൊരു പയ്യനോ ഒന്നും ഉള്ളതല്ല. അപ്പോൾ അത് ഈ മുതിർന്നവർക്ക് ഇങ്ങനെ ചെവിയിൽ മന്ത്രമോതി നമ്മൾ വിടുമ്പോൾ വിഷ്ണുപാദത്തിലേക്ക് ഒരു തടസ്സവും കൂടാതെ അവരെത്തുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഈ പ്രക്രിയ ഒരു കന്യകയ്ക്കോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പയ്യനോ ഒക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയും കന്നിച്ചാവിൻ്റെ പരിഹാരമല്ല ഈ തിരുനെല്ലിപ്പിണ്ടമായാലും ചെവിയോത്തായാലും ഈ ചാവുപാട്ടായാലും പിന്നെ ഇങ്ങനെയുള്ള ചാവർക്ക് വയ്ക്കുക എന്ന് പറയും. അതൊന്നും കന്നിച്ചാവിനുള്ള പരിഹാരമല്ല. ഇത് പരിഹാരമാണ്. തെറ്റിദ്ധരിക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്നിച്ചാവ് എന്താണെന്നോ പിതൃ എന്താണെന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാത്തിനെയും പിതൃവായി നമ്മൾ കാണുന്നത്. എല്ലാത്തിനെയും നമ്മൾ പിതൃവായിട്ടാണ് കാണുന്നത്. അല്ല, ഈ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കന്നിച്ചാവിന് ഒരു ശാശ്വത പരിഹാരമുണ്ടോ? കന്നിച്ചാവിന് ശാശ്വത പരിഹാരമില്ല. ശാശ്വത പരിഹാരമായിട്ട് ഒരു ഗ്രന്ഥങ്ങളിലും കന്നിച്ചാവിന് പറയുന്നില്ല. ശുദ്ധമാർഗത്തിലെ പാടലുകളിൽ പറയുന്നതെന്നറിയുമോ? കന്നിച്ചാവ് തുള്ളിത്തുള്ളി അമ്മയെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. കന്നിച്ചാവ് തുള്ളിത്തുള്ളി അമ്മയെ തേടി, കാരണം അമ്മയെ തേടി ഞാൻ മലയാളത്തിൽ പറഞ്ഞതുള്ളൂ. കന്നിച്ചാവ് തുള്ളിത്തുള്ളി തായെ തേടി നടന്നിടും, തറവാടിൻ മുറ്റത്ത് വന്നിടും, തറവാടിനുള്ളിൽ കടന്നിടും, തച്ചുടച്ചു മാറ്റിയിടും. അപ്പോൾ ഒഴിവാക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു ശ്രമം നടത്തുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് സിദ്ധർ പാടലുകളിൽ പറയുന്നുണ്ട്, കന്നിച്ചാവിനെ എന്നുള്ളതിനാണ് കന്യയെ എന്ന് പറയുന്നത്. കന്യയെ ഓട്ടിക്കാൻ നോക്കുന്ന നേരം കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പെങ്കിലും മാറിക്കിട്ടും. ഇത് ഓട്ടിക്കാൻ നോക്കുന്നത് മണ്ടത്തനമാണ്. ശാശ്വതമായി ഇതിനെ ഓട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തി നമ്മൾ വിടുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് ഒരു ജനനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ കന്നിച്ചാവിൻ്റെ ദോഷം മാറുകയുള്ളൂ. അപ്പോൾ ജനനത്തിൻ്റെ പ്രക്രിയയിലേക്ക് അതിനെ എത്തിക്കുന്നതിനേക്കുള്ള എളുപ്പമാർഗം എന്തെങ്കിലും ഉണ്ടോ? സൂതാലയ ക്രിയ എന്ന് പറഞ്ഞ് ഒരു ക്രിയയുണ്ട്. സൂതാലയ ക്രിയ എന്ന് പറയണത് പ്രസൂതാല ക്രിയ എന്ന് പറയുന്നതും ഉണ്ട്. സൂതാലയ ക്രിയ, പ്രസൂതാല ക്രിയ, ഇതൊക്കെ പഴയ ആൾക്കാർക്ക് അറിയുന്ന ക്രിയയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൂതാലയ ക്രിയ അല്ലെങ്കിൽ പ്രസൂതാല ക്രിയ എന്ന് പറഞ്ഞാൽ പൊക്കിൾക്കൊടി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മാന്ത്രിക ക്രിയയാണ് അത്. അപ്പോൾ അത് ശാശ്വത പരിഹാരമാകുമോ? ശാശ്വത പരിഹാരം എന്തിനാണ്? ജനനത്തിലേക്ക് വിടുന്നതിനേക്കുള്ള സമയത്തെ ദീർഘിപ്പിക്കുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് അത് ഉപകരിക്കുന്നത്.
ഒരു കന്നിച്ചാവ് ജനിക്കേണ്ട സമയം ഇപ്പം 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിക്കേണ്ടതെങ്കിലും അതിനെ 3 കൊല്ലത്തിനകത്ത് അല്ലെങ്കിൽ 8 കൊല്ലത്തിനകത്ത് ജനിപ്പിക്കുന്നതിലേക്കുള്ള വേഗത കൂട്ടാനായിട്ട് ഇത് ഉപകരിക്കും. അപ്പോൾ പൊക്കിൾക്കൊടി വച്ചുള്ള ആ ക്രിയയിൽ ഹോമകുണ്ടത്തിന് പകരം ശരഭക്കൂടാണ് വയ്ക്കുന്നത്. ഹോമകുണ്ടമില്ല, ശരഭക്കൂട് തയ്യാറാക്കും. ശരഭക്കൂട് തയ്യാറാക്കിയിട്ട് ഹവിസായിട്ട് അർപ്പിക്കുന്നത് ഈ പൊക്കിൾക്കൊടിയെ മുറിച്ചാണ് ഹവിസായിട്ട് അർപ്പിക്കുന്നത്. അത് ഏതിലാണ് അത് എന്തോന്നിനാണ് അത് ആ ഹവിസായിട്ട് മുക്കി ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്? ആർത്തവ രക്തം ഒരു ഹവിസിൽ ഒന്നായിട്ട് നെയ്യിന് പകരം ആർത്തവ രക്തം ഉപയോഗിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ രക്തമെടുത്ത് അത് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവകളായ സ്ത്രീകളുടെ എടുക്കും. പക്ഷെ അത് കൂടുതൽ അത് എടുക്കത്തില്ല, കുട്ടിയുടെ തന്നെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആർത്തവ രക്തം എടുക്കും. അപ്പൊ ഇങ്ങനത്തെ ക്രിയ ചെയ്യുമ്പോൾ ജനനത്തിലേക്ക് എത്തുന്നതിലേക്കുള്ള സമയത്തിൻ്റെ വേഗത കൂടും. അങ്ങനെ ചെയ്യുന്നത് ഒരു പരിഹാര ക്രിയപ്പെടുന്നതിൽ ഒരു വഴിയാണ്. മറ്റൊരു വഴി കൃത്യമായിട്ട് നമ്മൾ ഭാഗവത പാരായണം നടത്തി, പൗർണമിയിൽ ആണോ കറുത്ത വാവിലാണോ പാരായണം നടത്തുന്നത് ചോദിച്ചാൽ കറുത്ത വാവിലാണ് പാരായണം നടത്തേണ്ടത്. എല്ലാവരും ഭാഗവതം കറുത്ത വാവിൽ പാരായണം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കും. ഭാഗവതത്തിന് അങ്ങനെയൊന്നുമില്ല. ഭഗവാന്റെ ആ ഭാഗവതത്തിന് കറുത്ത വാവെന്നോ വെളുത്ത വാവെന്നോ ഇല്ല. ആ ഭാഗവത പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഈ കന്നിച്ചാവിനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചന്ദനത്തടിയിൽ കന്നിച്ചാവിനെ സങ്കല്പിച്ചുകൊണ്ട് പുഷ്പങ്ങൾ അർപ്പിച്ചാണ് അവസാനം വിഷ്ണു സഹസ്രനാമം ചൊല്ലിപ്പോകേണ്ടത്. എന്നിട്ട് അതിനെ ത്രിസ്ഥലിക്രിയ എന്ന് പറയുന്ന ക്രിയ ചെയ്ത് ത്രിസ്ഥലിക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ നൂലുകൊണ്ട് കെട്ടിട്ട് ചെയ്യുന്ന ക്രിയയാണ് ത്രിസ്ഥലിക്രിയ എന്ന് പറയുന്നത്. ആ ത്രിസ്ഥലിക്രിയ ചെയ്യാൻ നല്ല അറിവുള്ളവരുണ്ടെങ്കിൽ ആ ത്രിസ്ഥലിക്രിയ അവർ ചെയ്തിട്ട് അവർ ഈ ചന്ദനമുട്ടിയിൽ കൃത്യമായിട്ട് തന്നെ ചുറ്റിയിട്ട് കന്നിച്ചാവിന് കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്യും. കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ഇതിനെ ഗംഗയിൽ ഒഴുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗംഗ എന്ന സങ്കല്പത്തിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി വിടുമ്പോൾ കന്നിച്ചാവ് കുറേ കാലത്തേക്ക് ശല്യം ചെയ്യില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അത് വീണ്ടും അതേപോലെ ചെയ്യുക എന്നുള്ള ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യം അതിനകത്തുണ്ട്. രണ്ടാമത് ചെയ്യുമ്പോൾ പാൽപ്പായസ നിവേദ്യത്തോടുകൂടി ചെയ്യണം എന്ന് പറയും, അല്ലെങ്കിൽ പാലിൽ മധുരം ചേർത്ത് ചെയ്യുക എന്ന് പറയും. പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ സുദർശന ക്രിയകൾ ചെയ്യുമ്പോൾ പാൽപ്പായസം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിയകൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് കന്നിച്ചാവിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ടുള്ള വഴികൾ. ഏറ്റവും എളുപ്പ വഴി നമ്മൾ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. നമുക്ക് കന്നിച്ചാവ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കന്നിച്ചാവിനെ കന്നിച്ചാവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു മിഠായി എടുത്ത് കന്നിച്ചാവെന്ന സങ്കല്പത്തിലെടുത്ത് വെളിയിൽ എറിഞ്ഞാൽ മതി. ഏറ്റവും സിമ്പിൾ. അല്ലെങ്കിൽ പൂജാമുറിയിൽ ഞാൻ പറഞ്ഞ കണക്ക് ഒരു പൊട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 1/2-3 മണിക്കൂറിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ സാധ്യതകളുണ്ട്. എന്നല്ല, ഒരുപാട് കിട്ടും. ഇത്തരം ക്രിയകൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ശല്യം കുറേ ഒഴിവായി കിട്ടും. ഇത്തരം ക്രിയകൾ, ത്രിസ്ഥലി ക്രിയകളൊക്കെ ചെയ്യാൻ ഇപ്പോൾ ആരൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നന്നായിട്ട് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സിദ്ധമാർഗ സഞ്ചാരികൾ പറയുന്നുണ്ട്, ത്രിസ്ഥലിക്ക് അവരുടെ രീതിയാണ്. ത്രിസ്ഥലിക്ക് ത്രിപുണ്ഡ്രം ധരിപ്പിക്കണം. ത്രിപുണ്ഡ്രം എന്ന് പറഞ്ഞാൽ
നമ്മൾ ഭസ്മം ഇങ്ങനെ ഇടുന്നതിനാണ് ത്രിപുണ്ഡ്ര രേഖ എന്നുള്ളത്. ആ ത്രിപുണ്ഡ്രം ധരിപ്പിക്കണം. ത്രിസ്ഥലിക്ക് ത്രിപുണ്ഡ്രം ധരിപ്പിക്കണം. ത്രിസ്ഥലിക്ക് ത്രിശക്തി ചൊല്ലി ത്രിപുണ്ഡ്രം ധരിക്കണം. പിന്നെ ത്രിസ്ഥലിക്ക് പിന്നെ ത്രിശക്തി ക്രിയകളിലൂടെ ത്രിശക്തി നൽകി ത്രിശക്തി നൽകുക കഴിഞ്ഞാൽ കുങ്കുമാർച്ചന വെച്ചാണ് അത് ചെയ്യുന്നത്. കുങ്കുമം വെച്ചാണ് അത് ചെയ്യുന്നത്. കുങ്കുമത്തിന് അതിലൊരു പ്രത്യേകതയുണ്ട്. 2 രീതിയിലുണ്ട്. വെറുതെ കുങ്കുമം കലക്കി കുങ്കുമം ചെയ്യുന്നവരുണ്ട്. രക്തത്തിൽ ചാലിച്ച് കുങ്കുമം കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അരത്ത വെള്ളം എന്ന് പറയും. നമ്മൾ മഞ്ഞളും ചുണ്ണാമ്പും കൂടെ, മഞ്ഞപ്പൊടി ചുണ്ണാമ്പും കൂടെ കലക്കിയിട്ട് ഉണ്ടാക്കുന്ന അതിൽ കലക്കി. ഏറ്റവും ശക്തി എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ചാലിച്ച് കുങ്കുമം ത്രിസ്ഥലിക്രിയയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ആ ക്രിയ ഏറ്റാൽ 9 വർഷത്തേക്ക് അല്ലെങ്കിൽ 8 വർഷത്തേക്ക് ഈ കന്നിച്ചാവിൻ്റെ ശല്യം വലുതായിട്ടുണ്ടാവില്ല. ഇത് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടി ഭയങ്കരമാണ് എന്നാണ് പറയുന്നത്. അതാണ് കന്നിച്ചാവിനെ ഒതുക്കാൻ നോക്കുന്നതിനേക്കാളും ഒടുങ്ങുക എന്നാണ് പറയുന്നത്. കന്നിച്ചാവിനെ ഒതുക്കാൻ നോക്കുന്നതിനേക്കാൾ അങ്ങ് ജീവൻ ഒടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം, പലരും ചോദിക്കുന്നത് നമ്മൾ ഈ ചെയ്ത ക്രിയകളൊന്നും കന്നിച്ചാവിന് ഫലമായിട്ട് വരത്തില്ലേ എന്നാണ്. കന്നിച്ചാവ് വേറെ, പിതൃ വേറെ. രണ്ടിനും 2 തരത്തിലുള്ള ക്രിയ തന്നെ വേണം. കന്നിച്ചാവ് അരയാലിൽ വസിക്കാറില്ല, അതും മനസ്സിലാക്കണം. കന്നിച്ചാവ് അരയാലിൽ വസിക്കാറില്ല. കന്നിച്ചാവ് അരയാലിൽ വസിക്കാത്തത് കൊണ്ടാണ് മറ്റേ തിരുനെല്ലിപ്പിണ്ടം ഏക്കാത്തത്. തിരുനെല്ലിപ്പിണ്ടം ഏക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അരയാലിൽ സർവജ്ഞാത അജ്ഞാത പിതൃക്കളായ നമ്മുടെ പിതൃക്കൾ അവിടെ വസിക്കുന്നു എന്നുള്ള നമ്മുടെ സങ്കല്പത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അതിൽ കന്നിച്ചാവ്, അതുമാത്രമല്ല കന്നിച്ചാവ് അരയാലിലേ വസിക്കത്തില്ല. കന്നിച്ചാവ് അലയുകയാണോ? കന്നിച്ചാവ് കൂടുതൽ അലയുകയാണ് ചെയ്യുന്നത്. അലയുകയും, അത് കന്നിച്ചാവിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ കന്നിച്ചാവ് അലയുകയും ഉലയുകയും ഉലയ്ക്കുകയും ചെയ്യും. ചാവ് കന്നിയാണെങ്കിൽ അലയുകയും ഉലയുകയും ഉലയ്ക്കുകയും ചെയ്യുമെന്നോർത്ത് പിണ്ടോധാരകൾ വയ്ക്കരുത്. പിണ്ടോധാര പിണ്ടമോ ധാരയോ വയ്ക്കരുത്. മധുരം നുള്ളിക്കൊടുക്കരുത്. ഇതൊക്കെ വൃദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലുള്ളതാണ്. മധുരം നുള്ളിക്കൊടുക്കരുത്. ചെവിയിൽ ഓതിക്കൊടുക്കരുത്. ചാവ് പാട്ടിൽ ഒതുങ്ങില്ല. വ്യക്തമായിട്ട് സിദ്ധ പാടലുകളിലാണ് ചാവ് പാട്ടിൽ ഒതുങ്ങില്ല. ഒരു തുണ്ട് തുണിയിൽ ഒതുങ്ങിയിടും. ഒരു തുണ്ട് തുണിയിൽ ഒതുങ്ങിയിടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിബൺ, നമ്മൾ സാധാരണ പെൺകുട്ടികൾ കെട്ടുന്ന റിബൺ കൊണ്ട് വച്ചിട്ട് കന്നിച്ചാവിന്, അല്ലെങ്കിൽ പിന്നെ കരിവളയിൽ ഒതുങ്ങിയിടുന്നതെന്ന് പറഞ്ഞത്. കരിവള, ഇങ്ങനെ കരിവള വയ്ക്കുക, കൺമഷി, ചാന്ത്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് ഒതുങ്ങിപ്പോകുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ കന്നിച്ചാവിൻ്റെ ശല്യം ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കന്നിച്ചാവിൻ്റെ ശല്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലുള്ള എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കന്നിച്ചാവിൻ്റെ ദോഷം നമ്മളെ വലുതായിട്ടൊന്നും ഉപദ്രവിക്കാതെ, നമ്മുടെ മറ്റു കുട്ടികൾക്കൊന്നും ദോഷം വരാതെ, മാതാപിതാക്കൾക്ക് ദോഷം വരാതെ, കുടുംബത്തിന് ദോഷം വരാതെ, കുടുംബത്തിന് അലച്ചിലുണ്ടാകാതെ, ഒരു തരത്തിൽ പറഞ്ഞാൽ കന്നിച്ചാവ് നമ്മുടെ വളർച്ചയ്ക്കൊപ്പം നിൽക്കുകയും നമ്മളെ സ്നേഹിക്കുവാനായിട്ട് കന്നിച്ചാവിനെ പ്രേരിപ്പിക്കുകയും ചെയ്താൽ, അത് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് നമുക്ക് ശല്യം ഉണ്ടാകാത്ത വിധത്തിൽ, നമ്മുടെ ഭൗതിക ജീവിത വിജയത്തിന് തടസ്സമുണ്ടാകാത്ത വിധത്തിൽ മാറി നിൽക്കുകയോ നോക്കി നിൽക്കുകയോ ചെയ്യും എന്നുള്ള അടിസ്ഥാനം മനസ്സിലാക്കുകയും, ഒപ്പം കന്നിച്ചാവും പിതൃവും 2 ആണെന്നും, അത് 2 അല്ല 1 ആണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഏത് തരത്തിലാണ് 1 എന്ന് ഉള്ളത് ഒന്ന് തെളിയിച്ച് തന്നാൽ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും, പഠനബുദ്ധിയോടുകൂടി നമുക്കും പഠിക്കാമല്ലോ, അത് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയുള്ള അഭിപ്രായമുള്ളവർ അത് ഏത് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ,
അല്ലെങ്കിൽ ഏത് സിദ്ധ ചാറ്റിലാണുള്ളത്, ചാറ്റിലല്ല സിദ്ധ പാടലിലാണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ അതും സസന്തോഷം സ്വീകരിക്കാം. എന്നാലും എടുത്തു പറയുന്നു, ചാവും കന്നിച്ചാവും പിതൃവും രണ്ടല്ല, ഒന്നല്ല രണ്ടാണ്. ഒന്നല്ല രണ്ടാണ് എന്നുള്ളത് അഗ്നിപുരാണം ഉൾപ്പെടെ ഉള്ളത് പഠിക്കണം. അഗ്നിപുരാണം, ഗരുഡപുരാണം, പിന്നെ ഭാഗവതം വായിക്കുമ്പോഴും അതിനകത്ത് അക്ഷരം കൊണ്ടുള്ള മാല തീർത്ത രീതിയിൽ വരികൾക്കിടയിൽ ആറക്ഷരം മാറി ഒന്നെടുത്തൊന്നെഴുതി വന്നാൽ 18ാമത്തെ അക്ഷരത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ ക്രിയ ചെയ്തെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. അതൊക്കെ പഠിക്കണം. ഭാഗവതം വായിക്കുക മാത്രമല്ല, ഭാഗവതത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് 6 അക്ഷരം മാറിക്കഴിഞ്ഞാൽ ഏതക്ഷരം എനിക്ക് വേണം, അക്കൂട്ടത്തിൽ വരുന്ന അക്കാരമേത്, ഉകാരമേത്, ജ്ഞാനപ്പൊളി എവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സിദ്ധപാടലുകളിൽ സിദ്ധന്മാർ പറയുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് അവർ പറയുന്നെങ്കിലും അത് പഠിച്ച് ഗഹനമായി പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലോ ഏതെങ്കിലും പാടലുകളിലോ ഇത്തരത്തിലുള്ള ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളതുണ്ടെങ്കിൽ സസന്തോഷം എന്നെ അറിയിക്കുക. എനിക്കതിൽ പഠിക്കാൻ വളരെ താല്പര്യമുണ്ട്. എനിക്ക് ഇതൊക്കെ പഠിക്കാനുള്ള താല്പര്യവും പിന്നെ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇങ്ങനെയുള്ള മറുപടികളും വ്യക്തമായിട്ടുള്ള തെളിവുകളും തരികയാണെങ്കിൽ ഞാനത് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പറയുന്നു, കന്നിച്ചാവും പിന്നെ പിതൃവും ഒന്നല്ല രണ്ടാണ്. കന്നിച്ചാവിന് ശാശ്വതമായ പരിഹാരമില്ല, അതിനുള്ള സ്ഥായിയായ പരിഹാരമില്ല. അതിന് പകരമുള്ള കന്നിച്ചാവിൻ്റെ വീര്യത്തെ കുറയ്ക്കുന്ന പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല, പറയാൻ ഒത്തിരി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1008 സിദ്ധപാടലിലെ 1008 വരികൾ ഞാൻ ഇവിടെ ചൊല്ലേണ്ടി വരും. 1008 വരികളും ചൊല്ലി നീട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ രത്ന ചുരുക്കങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് മതി. ഈ ചെറിയ ചെറിയ ലളിതക്രിയകളിലൂടെ നമുക്ക് ഈ ദുഃഖ നിവാരണം ഉണ്ടാക്കാൻ കഴിയും. ഒപ്പം തന്നെ കന്നിച്ചാവെന്ന് പറയുന്ന ആത്മാവിന് ശാന്തിയും സമാധാനവും കൊടുത്ത് അടുത്ത ജനനത്തിലേക്കുള്ള വഴിയിലേക്ക് നമുക്കതിനെ തിരിച്ചുവിടാനും വേഗത കൂട്ടുവാനും സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.